Hi, this is Dr. Binsa Bashir, consultant ENT surgeon, PRS Hospital, Trivandrum. നമ്മുടെ ENT OPയിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ, എൻ്റെ കുട്ടിക്ക് അഡനോയിഡ് ഉണ്ട്, സർജറി ആവശ്യമാണോ എന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡനോയിഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. മെഡിക്കേഷൻസ് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യണം, സർജറി എപ്പോഴാണ് ആവശ്യം എന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് 5 മോസ്റ്റ് കോമൺ ഇൻഡിക്കേഷൻസ് ഫോർ അഡനോയിഡ് സർജറി. അഡനോയിഡ് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തൊണ്ടയിൽ ടോൺസിൽ എന്ന് പറയുന്ന പോലെ തന്നെ മൂക്കിൻ്റെ ഏറ്റവും പിറകിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ലിംഫോയിഡ് ഓർഗനാണ്. ഇമ്മ്യൂണിറ്റി തരുന്ന ലിംഫോയിഡ് ഗ്ലാൻഡാണ്. 3 മുതൽ 7 വയസ്സ് പ്രായമുള്ള കുട്ടികളിലാണ് റാപ്പിഡ് ഗ്രോത്ത് കാണപ്പെടുന്നത്. ഇവിടെ ആദ്യത്തെ ക്രൈറ്റീരിയ സൈസ് ഓഫ് അഡനോയിഡ് ഹൈപ്പർട്രോഫി. അഡനോയിഡ് ഗ്രന്ഥി വീക്കമുണ്ടായി നേസൽ എയർവേ ബ്ലോക്ക് ഉണ്ടാകാനും കുട്ടികൾക്ക് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, കൂർക്കം വലി, നിരന്തരമായ മൂക്കടപ്പ്, ഭക്ഷണം ഇറക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അഡനോയിഡ് ഹൈപ്പർട്രോഫി അപ് ടു 50% ബ്ലോക്ക് ആണെങ്കിൽ മെഡിക്കേഷൻസ് ആണ് ട്രീറ്റ്മെൻറ്റ്. 50 to 70% ബ്ലോക്ക് ആണെങ്കിൽ നമ്മളൊരു ട്രയൽ ഓഫ് മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. ഇവിടെ മെയിൻ സ്റ്റേ ട്രീറ്റ്മെൻറ്റ് നേസൽ സ്റ്റിറോയിഡ് സ്പ്രേസ് ആണ്. അതുകൂടാതെ അലർജി കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. ഇനി 3 months അല്ലെങ്കിൽ 6 months കഴിഞ്ഞ് റീ അസസ്മെൻറ്റ് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് എക്സ്റേ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് അഡനോയിഡ് സൈസിൽ റിഡക്ഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് റീഅസസ് ചെയ്യേണ്ടതാണ്. ഇനി അഡനോയിഡ് ഹൈപ്പർട്രോഫി 70 to 80% ബ്ലോക്കിൽ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി സർജറി ഈസ് ഇൻഡിക്കേറ്റഡ്. സെക്കൻഡ് ഇൻഡിക്കേഷൻ ക്രോണിക് ഇൻഫെക്ഷൻസ് ആണ്. സൈസ് ഓഫ് അഡനോയിഡ് ഇസ് ജസ്റ്റ് വൺ ക്രൈറ്റീരിയ. ഇനി അഡനോയിഡ് ഹൈപ്പർട്രോഫി ലെസ് ദാൻ 50 to 70% ബ്ലോക്ക് ആണെങ്കിൽ കൂടി നിരന്തരമായ ഇൻഫെക്ഷൻസ് കാരണം ക്രോണിക് അഡനോയിഡൈറ്റിസ് ഉണ്ടാകാം. ഇത്തരം കുട്ടികളിൽ വിട്ടുമാറാത്ത ജലദോഷം, മൂക്കൊലിപ്പ്, പെർസിസ്റ്റന്റ് ഇൻഫെക്ഷൻസ്, എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചാലും പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഇവിടെയും മെഡിക്കേഷൻസ് കാരണം അഡിക്വേറ്റ് റിലീഫ്, ഇൻഫെക്ഷൻസിൻ്റെ ഫ്രീക്വൻസിയിലും റേറ്റ് ഓഫ് ഇൻഫെക്ഷൻസിലും അഡിക്വേറ്റ് റിലീഫ് ഇല്ലെങ്കിൽ അഡനോയിഡ് റിമൂവൽ ഇസ് ഇൻഡിക്കേറ്റഡ്. ഇനി അഡനോയിഡ് ഹൈപ്പർട്രോഫി കാരണം ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടാകാം. കുട്ടികളിൽ ക്രോണിക് കോഫ്, വിട്ടുമാറാത്ത ചുമ, ബ്രോങ്കൈറ്റിസ്, ആസ്മ വരെ ഉണ്ടാകാം. ഇത്തരം കണ്ടീഷൻസിൽ മെഡിക്കേഷൻസ് എത്ര നൽകിയാലും അഡിക്വേറ്റ് റിലീഫ് കിട്ടാറില്ല, വേഴ്സൺ ചെയ്തു പോകാറുണ്ട്. ഇവിടെയും അഡനോയിഡ് റിമൂവൽ വാറന്റഡ് ആണ്. ഇനി ചില കുട്ടികളിൽ അഡനോയിഡ് വീക്കം കാരണം ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടാകാം. ക്രോണിക് ഇൻഫെക്ഷൻസ്, ക്രോണിക് കോഫ്, ബ്രോങ്കൈറ്റിസ്, ആസ്മ വരെ ഉണ്ടാകാം. ഇത്തരം കുട്ടികളിൽ ചിലപ്പോൾ മെഡിക്കേഷൻസ് എത്ര നൽകിയാലും കണ്ടീഷൻ വേഴ്സൺ ആവാറുണ്ട്. മെഡിക്കേഷൻസ് കാരണം അഡിക്വേറ്റ് റിലീഫ് കിട്ടാറില്ല. അഡനോയിഡ് ഹൈപ്പർട്രോഫി കാരണം ചില കുട്ടികളിൽ സ്പീച്ച് ഡിലേ സംഭവിക്കാം, സ്പീച്ച് ഡിസ്റ്റർബൻസസ് വരാം, മിസ് ആർട്ടിക്കുലേഷൻസ്, ചില വാക്കുകൾ ക്ലിയറായി ഉച്ചരിക്കാൻ പറ്റാതെ വരിക, സ്മെൽ ആൻഡ് ടേസ്റ്റ് ഡിസ്റ്റർബൻസസ് വരാം, പുവർ വെയ്റ്റ് ഗെയിൻ വരെ സംഭവിക്കാം. ഇനി ലോങ് സ്റ്റാൻഡിങ് അഡനോയിഡ് ഹൈപ്പർട്രോഫിയിൽ ചില കുട്ടികളിൽ ഫേഷ്യൽ ഡിഫോമിറ്റി സംഭവിക്കാം. ഇവിടെ പല്ല് ഉന്തി വരാൻ അല്ലെങ്കിൽ ടീത്ത് മിസ്അലൈൻമെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂക്കിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. താടി എല്ലിൻ്റെ വളർച്ചയെ വരെ ബാധിക്കാം. ഇത്തരം കുട്ടികളിൽ ദർ ക്യാൻ ബി ചേഞ്ചസ് ഇൻ ഫേഷ്യൽ പ്രൊഫൈൽ. ഇതിനെയാണ് അഡനോയിഡ് ഫേഷ്യസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം ചേഞ്ചസ് ഇറിവേഴ്സിബിൾ ആണ്. ഇവിടെയും അഡനോയിഡ് റിമൂവൽ ഇൻഡിക്കേറ്റഡ് ആണ്. പലപ്പോഴും മിസ് ചെയ്യാറുള്ള അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഡനോയിഡ് ഉള്ള കുട്ടികളിൽ ഹിയറിംഗ് ലോസ്. ഇവിടെ ക്രോണിക് അഡനോയിഡൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻസ് ഉണ്ടായി റെക്കറൻറ്റ് ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ അല്ലെങ്കിൽ റെക്കറൻറ്റ് ഇയർ ഇൻഫെക്ഷൻസ് വഴി ഹിയറിംഗ് ലോസ് ഉണ്ടാകാം. മറ്റൊരു കണ്ടീഷനാണ് അഡനോയിഡ് വീക്കം ഉണ്ടായി മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷൻ ട്യൂബ് ബ്ലോക്ക് ഉണ്ടായി ഗ്ലൂ ഇയർ അല്ലെങ്കിൽ സീറസ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന കണ്ടീഷൻ വരെ ഉണ്ടായി ഹിയറിംഗ് ലോസ് സംഭവിക്കാം. ഇവിടെയും ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് നോക്കി അഡനോയിഡ് റിമൂവൽ വാറന്റഡ് ആണ്. ഇവിടെ അഡനോയിഡക്ടമി വിത്ത് മിറിംഗോട്ടമി ഇൻഡിക്കേറ്റഡ് ആണ്. ചില കുട്ടികളിൽ ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ സിവിയർ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ഒരു വെന്റിലേഷൻ ട്യൂബ് അല്ലെങ്കിൽ ഗ്രോമെ ഇൻസർഷൻ വരെ നടത്താറുണ്ട്. ഇനി പല പേരൻസും അഡനോയിഡ് സർജറി അഡ്വൈസ് ചെയ്യുമ്പോൾ ചോദിക്കാറുള്ള കുറച്ച് ഡൗട്ട്സ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡൗട്ടാണ്, ഇതൊരു ഇമ്മ്യൂണിറ്റി തരുന്ന ഗ്ലാൻഡ് അല്ലേ? യെസ്, അഡനോയിഡ് ഇമ്മ്യൂണിറ്റി ഗിവിംഗ് ഗ്ലാൻഡ് ആണ്. ബട്ട് വൺസ് ഇറ്റ് ഇസ് ഡിസീസ്ഡ് ഇറ്റ് റെഡ്യൂസസ് ദ ഇമ്മ്യൂണിറ്റി. ഒരു അൺഹെൽത്തി അഡനോയിഡ് കാരണം നിരന്തരമായ ഇൻഫെക്ഷൻസ് വന്ന് കുട്ടിയുടെ ഇമ്മ്യൂൺ സ്റ്റേറ്റസ് വീക്കൻ ആവുകയാണ് ചെയ്യുന്നത്. ഇനി മെഡിക്കേഷൻസിൽ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ ആണ് മെയിൻ സ്റ്റേ ട്രീറ്റ്മെൻറ്റ്. ഇതിൽ സ്റ്റിറോയിഡ് എന്ന വാക്ക് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് സ്പ്രേ ആണെങ്കിൽ കൂടി നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന സ്റ്റിറോയിഡ് അല്ലെങ്കിൽ ഓറൽ സ്റ്റിറോയിഡ്സിൻ്റെ യാതൊരു വിധത്തിലുമുള്ള സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഇല്ല.
ലോക്കലി ആക്ടിംഗ് ആണ്, ഹൈലി ഇഫക്റ്റീവ് ആണ്, ബ്ലഡ് സ്ട്രീം അബ്സോർപ്ഷൻ വളരെ വളരെ നെഗ്ലിജിബിൾ ആണ്. ഇനി വേറൊരു സംശയമാണ് അഡനോയിഡ് റെക്കറൻസിനെ കുറിച്ച്. സർജറി ചെയ്താലും അഡനോയിഡ് റെക്കറൻസ് അല്ലെങ്കിൽ അഡനോയിഡ് വീണ്ടും വരാമോ എന്ന്. ലെസ് ദാൻ 5 years ചെയ്യുന്ന കുട്ടികളിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് പ്രാക്ടിക്കലി ഏറ്റവും നൂതനമായ ടെക്നിക്സ് അല്ലെങ്കിൽ കോബ്ലേഷൻ അസിസ്റ്റഡ് എൻഡോസ്കോപ്പിക് അഡനോയിഡക്ടമി പോലെയുള്ള ടെക്നിക്സ് വഴി ചെയ്യുമ്പോൾ ഈവൻ ആഫ്റ്റർ സർജറി അഡനോയിഡ് റെക്കറൻസ് പ്രാക്ടിക്കലി നില്ലാണ്. ഇനി പോസ്റ്റ് ഓപ്പ് കെയർ, അഡനോയിഡ് സർജറി ഈസ് യൂഷ്വലി എ ഡേ കെയർ സർജറി. രാവിലെ ചെയ്ത് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. ആഫ്റ്റർ 3 to 4 days ഓഫ് റെസ്റ്റ് കുട്ടികൾക്ക് സ്കൂൾ ആൻഡ് റുട്ടീൻ ആക്ടിവിറ്റീസ് റെസ്യൂം ചെയ്യാവുന്നതാണ്. ടു കൺക്ലൂഡ്, അഡനോയിഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കുട്ടികളുടെ പേരൻസും ട്രീറ്റിംഗ് ഡോക്ടറും തമ്മിൽ ഡിസ്കസ് ചെയ്ത് എടുക്കേണ്ട ഒരു കളക്റ്റീവ് ഡിസിഷനാണ്. ടൈംലി ഇൻ്റർവെൻഷനിലൂടെ നേരത്തെ പറഞ്ഞ പോലെ പല പ്രിവെൻറ്റബിൾ കണ്ടീഷൻസും കുട്ടികളിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. താങ്ക് യു.